നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴയിൽ നവജാത ശിശുവിന് അസാധാരണ ജനിതക വൈകല്യം. കുട്ടിയുടെ വൈകല്യം കണ്ടെത്താൻ കഴിയാതിരുന്നത് ഗുരുതരമായ പിഴവെന്ന് പ്രാഥമിക സൂചന. 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താൻ കഴിയാത്ത സംഭവം സമഗ്ര അന്വേഷണം നടത്തുമെന്ന് എച്ച് സലാം MLA. ഇത് സംബന്ധിച്ച് മെഡിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിക്കുമെന്നും എച്ച് സലാം. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കായംകുളത്ത് തുടക്കം. 4 ദിവസങ്ങളിലായാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധം NREG വർക്കേഴ്സ് യൂണിയൻ മാരാരിക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷനും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന് അസാധാരണമായ ജനിതക വൈകല്യം. നവജാത ശിശുവിന് ജനിതക വൈകല്യം കണ്ടെത്താൻ കഴിയാതിരുന്നത് ഗുരുതരമായ പിഴവെന്ന പ്രാഥമിക സൂചന. 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിലാണ് സംഭവം. ലജ്നത്ത് വാർഡ് നവറോജി പുരയിടത്തിൽ അനീഷ് സുറുമി ദമ്പതികളുടെ നവജാത ശിശുവിനാണ് അസാധാരണമായ ജനിതക വൈകല്യമുള്ളത്. നഗരത്തിലെ 2 സ്വകാര്യ ലാബുകളിൽ 7 തവണ സ്കാനിംഗ് നടത്തി. ഇതിലൊന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിഞ്ഞിരുന്നില്ല. ഒക്ടോബർ 30-ന് സുറുമിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവംബർ 2-ന് ചില പ്രശ്നങ്ങൾ കണ്ടതോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അവിടെ നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞിന് ഗുരുതരമായ വൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിൻ്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവ്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ലെന്നാണ് പരാതി. കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ശ്വാസ തടസ്സമാണ്. കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിരിക്കുകയാണ്. കുഞ്ഞിനെ നിവർത്തി കിടത്തുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ നാക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. ഒന്നാമത്തെ വിഷയം, മെയിനായിട്ടുള്ള വിഷയം അതാണ്. ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞിന്റെ മിഴി ഉണ്ട്, മിഴി തുറക്കത്തില്ല. കണ്ണിന് ഉള്ള പോയിന്റിൽ നേരെ ഒരുപാട് താഴത്താണ് കണ്ണിരിക്കുന്നത്. 1 മാസം മരുന്നൊഴിക്കെന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജനനേന്ദ്രിയ പ്രശ്നം. കുഞ്ഞിന്റെ കാലിന്റെ പത്തിക്ക് വളവുണ്ട്. പിന്നെ ചെവി യഥാസ്ഥാനത്തല്ല. ചെവിയുടെ കേൾവി കറക്റ്റ് അല്ല. ചെവിയുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞത് ചെവി കേൾക്കുന്നില്ല എന്നുള്ളത്. പിന്നെ കുഞ്ഞിന്റെ വാ തുറക്കത്തില്ല. ട്യൂബ് ഇട്ടിട്ട് സിറിഞ്ച് വഴിയാണ് നമ്മളിപ്പം ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക സൂചന. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ഗൈനക്കോളജിസ്റ്റുമാരായ പുഷ്പ, ഷെർലി, സ്വകാര്യ ലാബുകളായ ശങ്കേഴ്സിലെയും മിഡാസിലെയും റേഡിയോളജിസ്റ്റുകൾ എന്നിവർക്കെതിരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. സംഭവത്തിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും നടന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ നവജാത ശിശുവിൻ്റെ വൈകല്യം കണ്ടെത്താൻ കഴിയാതിരുന്നത് ഗുരുതരമായ പിഴവെന്ന സൂചന. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് എച്ച് സലാം MLA. മെഡിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നതെന്നും എച്ച് സലാം MLA പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ നിർദ്ദേശം കൊടുത്തിട്ട് കളക്ടർ യോഗം വിളിച്ചതാണ്. DMOയും സൂപ്രണ്ടും അവിടെ ഈ കുട്ടിയെ പരിശോധിച്ച, ഈ അമ്മയെ പരിശോധിച്ച ഡോക്ടർമാരെ ഉൾപ്പെടെ വിളിച്ചാണ് വിവരങ്ങൾ തേടി. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ചില വിവരങ്ങൾ പറഞ്ഞു. അതിൽ ഏതാണ്ട് 7-8 തവണ 2 സ്കാനിങ് സെൻറ്ററിലായിട്ട് അവർ സ്കാനിങ് നടത്തിയിട്ടുണ്ട്. അതിൽ മിഡാസ് എന്ന് പറയുന്നൊരു ലാബിലും ശങ്കേഴ്സിലുമാണ് 2 സ്ഥലത്താണ് സ്കാനിങ് നടത്തിയത്. ശങ്കേഴ്സ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ പണം മുടക്കിയിട്ടുള്ള ഫ്രീ ആയി ചെയ്യുന്ന സ്കീമിൽപ്പെടുത്തിയിട്ടാണ് ശങ്കേഴ്സിൽ സ്കാനിങ് നടത്തിയത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ വൈകല്യവും മറ്റും ആ സമയത്ത്, ആ പ്രായത്തിലെ സമയത്ത് അറിയാൻ കഴിയില്ല എന്നുള്ള ഒരു സംഗതിയാണ് ഇവർ പറയുന്നത്. എന്തായാലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിവരങ്ങൾ പുറത്ത് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു അവ്യക്തത ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ തീരുമാനിച്ചൊരു കാര്യം, എക്സ്പെർട്ട് കമ്മിറ്റി തിങ്കളാഴ്ച ഇത് പരിശോധിക്കാൻ വരുന്നുണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സ് അല്ലാതെ ഉള്ളത്
എന്നിരുന്നാലും DMOയുടെ നേതൃത്വത്തിൽ ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, അതുപോലെ റേഡിയോളജിസ്റ്റ് എന്നിവരെ ചേർത്ത് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അല്ലാതെ ജില്ലയിലെ മറ്റ് സീനിയേഴ്സായ ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചൊരു ടീം ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചൊരു കാര്യം. അത് കളക്ടർ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർന്ന് എന്താണ് വേണ്ടതായിരുന്നു ആലോചിക്കുന്നത്. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് ആരംഭിച്ചു. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്നു. രചനാ മത്സരങ്ങളും ബാൻഡ് മേള മത്സരവുമാണ് ആദ്യ ദിവസം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടി കലാമേള ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കായംകുളത്ത് തുടക്കം. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് നടക്കുന്നത്. ആദ്യ ദിനമായ വ്യാഴാഴ്ച രചനാ മത്സരങ്ങളും ബാൻഡ് മേളവും നടന്നു. കായംകുളം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. വെള്ളിയാഴ്ച രാവിലെ 9-ന് ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത പതാക ഉയർത്തും. 10-ന് വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് U. പ്രതിഭ ഹരി MLA അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല മുഖ്യപ്രഭാഷണം നടത്തും. KC വേണുഗോപാൽ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLA-മാരായ MS അരുൺകുമാർ, രമേശ് ചെന്നിത്തല, PP ചിത്തരഞ്ജൻ എന്നിവർ പങ്കെടുക്കും. 13 വേദികളിലായി 316 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ലേറെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഡിസംബർ 3-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രി P. പ്രസാദ് വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യും. കുടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയാകും. MLA-മാരായ ദലീമ ജോജോ, H. സലാം, തോമസ് K. തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും. ടൈം ന്യൂസ്, കായംകുളം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. തൊഴിലുറപ്പ് തൊഴിലാളികൾ കലവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. NRG വർക്കേഴ്സ് യൂണിയൻ, CITU, മാരാർകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണാ സമരം നടത്തിയത്. തൊഴിലുറപ്പ് അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ NRG വർക്കേഴ്സ് യൂണിയൻ മാരാരിക്കുളം ഏരിയ കമ്മിറ്റി കലവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് S. ഭവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. 1,18,857 കോടി രൂപയാണ് അന്ന് ചെലവാക്കിയത്. 22-23 അത്രയും ചെലവാക്കിയതെങ്കിൽ അത് 23-24 ആയപ്പോഴത്തേക്ക് പൈസ കുറച്ചു, തൊഴിൽ ദിനങ്ങൾ കുറച്ചു. എത്ര കുറച്ചോ? തൊഴിൽ ദിനങ്ങൾ 385-ൽ നിന്ന് 307 കുറച്ചു. 307 കോടിയായി കുറച്ചു. എത്ര കോടി കുറച്ചു? 48 കോടി കുറയ്ക്കാണ്. അത് വീണ്ടും ഈ വർഷം, ഈ കഴിഞ്ഞ വർഷം അവര് എത്ര കുറച്ചു? അത് 242 കോടിയാക്കി. എന്നുവെച്ചാൽ 385-ൽ നിന്ന് 242 ആക്കി. കുറച്ച പൈസ എത്ര? ഈ വർഷം അനുവദിച്ചേക്കുന്നത് 86,000 കോടി രൂപയാണ്. തൊഴിലുറപ്പ് മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി ഭവനനാഥൻ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് UPA ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചും ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചും പദ്ധതി അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ അനുവദിച്ചിരുന്ന തുകയുടെ പകുതി പോലും 10 കോടി തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് 6 കോടിയായി ചുരുങ്ങിയെന്നും ഭവനനാഥൻ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി തൊഴിലുറപ്പ് ആരുടെയും ഔദാര്യമല്ല. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അത് നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ സെക്രട്ടറി മഞ്ജു രതികുമാർ അധ്യക്ഷയായി. ആര്യട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ, മണ്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സന്തോഷ്, CPM നേതാക്കളായ KR PP സംഗീത,
ജി ലളിത എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി കലവൂരിനെ ചുവപ്പണിച്ച് നടന്ന പ്രകടനത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ അണിനിരന്നു. ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ വിഭാഗമായ മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി മാവേലിക്കരയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ വിഭാഗമായ മഹിളാ ഐക്യവേദി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. മഹിളാ ഐക്യവേദിയുടെ പ്രവർത്തന ഉദ്ദേശം എന്ന് പറയുന്നത് സാമൂഹ്യ മുന്നേറ്റത്തിന് സ്ത്രീശക്തി എന്ന ആശയത്തിൽ ഊന്നിയാണ് സംഘടന പ്രവർത്തിച്ചു വരുന്നത്. മതപരിവർത്തനത്തിനും മദ്യം, മയക്കുമരുന്ന് ഇവയുടെ ഉപയോഗത്തിനും എതിരെ ഉള്ള പ്രവർത്തനം, ആചാര അനുഷ്ഠാന സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനം എന്നിങ്ങനെ, അതുപോലെ തന്നെ ഭാവി തലമുറകളെ വാർത്തെടുക്കുക, നല്ല സംസ്കാരത്തിലും നല്ല വിദ്യാഭ്യാസത്തിലും ഊന്നി വളർത്തിയെടുക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് മഹിളാ ഐക്യവേദി ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. സമ്മേളനമാണ് ആലപ്പുഴ ജില്ലയുടെ മാവേലിക്കര താലൂക്കിൽ, അതായത് നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ നവംബർ 30 തീയതി നടക്കുന്ന പരിപാടി മാവേലിക്കരയിലെ വന്ദനം ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആദ്യത്തെ ദിവസം 30 തീയതി നടക്കുന്നത്. ആ പരിപാടിയിലെ അധ്യക്ഷയായിട്ട് നമ്മുടെ മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ ദേവകി ടീച്ചർ അതിന് അധ്യക്ഷത വഹിക്കും. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഋഷിജ്ഞാന സാധനാലയത്തിലെ ശാന്താനന്ദ മഠം സംപൂജ്യ സ്വാമിനി ദേവി ജ്ഞാനാപനിഷ്ഠാനന്ദഗിരി സ്വാമിനി ആ പരിപാടി ഉദ്ഘാടന നിർവഹിക്കുന്നതാണ്. ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ വിഭാഗമായ മഹിളാ ഐക്യവേദി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. സാമൂഹ്യ മുന്നേറ്റത്തിന് സ്ത്രീഭക്തി എന്നതാണ് ഉദ്ദേശലക്ഷ്യം. ഭാവി തലമുറകളെ വാർത്തെടുക്കുന്നതിനും മദ്യത്തിനും മയക്കുമരുന്നിനും മതപരിവർത്തനത്തിനും സ്ത്രീപീഡനത്തിനുമെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ 11ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ നടക്കും. നവംബർ 30 ഹിന്ദു വനിതാ നേതൃസമ്മേളനം വന്ദനം ഓഡിറ്റോറിയത്തിലും, ഡിസംബർ 1 താലൂക്ക് ഉപരി പ്രവർത്തകരുടെ പ്രതിനിധി സമ്മേളനം വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂളിലും നടക്കും. സംപൂജ്യ സ്വാമിജി ദേവി ജ്ഞാനരതിഷ്ഠാനന്ദ വനിതാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ ദേവകി ടീച്ചർ അധ്യക്ഷയാകും. നാടിന് നന്മയ്ക്ക് നാരീശക്തി എന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ വിഷയാവതരണം നടത്തും. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന വനിതാ നേതാക്കൾ വിഷയത്തിന്മേൽ ചർച്ചകൾ നടത്തും. സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ചർച്ച ക്രോഡീകരിച്ച് സംസാരിക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിനാസ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഡിസംബർ 5 നടക്കുന്ന പ്രതിനിധി സമ്മേളനം പ്രമുഖ സിനിമാ താരം ശ്രുതി ബാല ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു മുഖ്യപ്രഭാഷണം നടത്തും. ജനറൽ സെക്രട്ടറി ചാമന മുരളി സ്വാഗതം പറയും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് R ബാബു 2024-25 വർഷത്തെ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. സമാപനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം സംസ്ഥാന ബൗദ്ധിക ശിക്ഷൺ പ്രമുഖ KP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ബാബു, V അജികുമാർ, ഉഷ നമ്പൂതിരി, നിരിജ കുമാരി, R സൂര്യപ്രേം, പ്രൊഫസർ സിന്ധു സാജീവ്, ഉണ്ണിത്താൻ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ, സംസ്ഥാന സെക്രട്ടറി ഉഷ നമ്പൂതിരി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അംബിക പണിക്കർ, ജില്ലാ സെക്രട്ടറി അംബിക സോമൻ, സംഘടനാ സെക്രട്ടറി G വേണു, ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനോസ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ സാക്ഷരതാ മിഷന്റെയും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ സാക്ഷരതാ മിഷന്റെയും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് സാക്ഷരതാ പരിപാടി ഒരുക്കിയത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് വിദ്യാഭ്യാസത്തിലും ജീവിത രീതിയിലും സാമൂഹിക സ്ഥിതിയിലും മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആര്യാട്, പട്ടണക്കാട്, കഞ്ഞിക്കുഴി, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുകളും ചേർത്തല നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷനായി. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും കാര്യക്ഷമമായി നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ജസ്റ്റിൻ ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത ഷാജി, കെ സുദർശനഭായി, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ടീച്ചർ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഷിജി, രജനി ദാസപ്പൻ, US സജീവ്, PS ശ്രീലത, മിനി ബിജു, KP വിനോദ്, പ്രീത അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CB സുനിൽ, S ലേഖ, പ്രവത പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല മർച്ചൻസ് അസോസിയേഷൻ്റെ വാർഷിക സമ്മേളനം നടന്നു. ചേർത്തല VTIM ഹാളിലാണ് വാർഷിക സമ്മേളനം നടന്നത്. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയിലെ വ്യാപാരികളുടെ സംഘടനയായ മർച്ചൻസ് അസോസിയേഷൻ്റെ 51ാം വാർഷിക സമ്മേളനം ചേർത്തല VTIM ഹാളിൽ നടന്നു. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നീണ്ട പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ചേർത്തല മർച്ചൻസ് അസോസിയേഷനുണ്ട്. കേരളത്തിൽ വ്യാപാരി വ്യവസായി സംഘടനകൾ രൂപം കൊള്ളുന്നതിന് മുമ്പേ മർച്ചൻസ് അസോസിയേഷൻ എന്നുള്ള തരത്തിൽ തന്നെ പേരിൽ തന്നെ ചേർത്തലയിൽ സംഘടന രൂപം കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് അതേ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞാൻ ഈ റിപ്പോർട്ടിലൂടെല്ലാം നോക്കി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുന്നവർക്ക് 3000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പരിപാടിയുണ്ട്. അസോസിയേഷൻ്റെ അംഗങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന തുക നമുക്ക് വേണ്ടി 1,29,00,000 രൂപയോളം അതിൻ്റെ ഭാഗമായി ഒരു വർഷത്തിൽ തന്നെ പരസ്പര സഹായ നിധിയിൽ വായ്പ കൊടുത്തുവെന്ന് ആ റിപ്പോർട്ടിൽ കാണുകയുണ്ടായി. ഒരു വലിയ ഇടപെടൽ മർച്ചൻസ് അസോസിയേഷൻ നടത്തുന്നു എന്നുള്ളത് ഈ കാര്യത്തിനകത്ത് ഈ 2 കാര്യങ്ങളിലൂടെ അംഗങ്ങൾക്ക് ഇത്തരമേൽ വായ്പ ഒരു വർഷക്കാലത്തിനുള്ളിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതെല്ലാം ചെയ്യുന്ന ജനൌഷധി സ്റ്റോർ നടത്തുന്ന ചേർത്തല മർച്ചൻസ് അസോസിയേഷനിൽ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അസോസിയേഷൻ പ്രസിഡന്റ് KV സാബുലാൽ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ ചികിത്സാ സഹായവും, വൈസ് ചെയർമാൻ TS അജയകുമാർ സ്കോളർഷിപ്പുകളും, കൗൺസിലർ P. ഉണ്ണികൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീവത്സല പണിക്കർ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. കൗൺസിലർ മിത്ര വിദ്യാഭായി ആശംസ നേർന്നു. ജനറൽ സെക്രട്ടറി CB പഞ്ഞിക്കാരൻ കണക്കും റിപ്പോർട്ടും, ട്രഷറർ ജേക്കബ് ചെറിയാൻ ബഡ്ജറ്റും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് B. ഫാസി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തി. അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഡിഫറൻ്റ്ലി ഏബിൾ പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിച്ച് ഭിന്നശേഷിത്വത്തിൻ്റെ തോതനുസരിച്ച് സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ നിന്നു മാറ്റി ഭിന്നശേഷിക്കാർക്ക് പ്രതിമാസ അലവൻസായി നൽകുക, ആശ്വാസകിരണം പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിച്ച തുക വർദ്ധിപ്പിച്ച് അർഹരായ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി പ്രതിമാസ കെയർ ഗിവേഴ്സ് അലവൻസായി അനുവദിക്കുക, ഭിന്നശേഷിക്കാർക്ക് അവകാശങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് വ്യക്തിവരുമാനം പരിഗണിക്കുകയോ വരുമാന പരിധി കുറഞ്ഞത് 5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയോ ചെയ്യുക, നിരാമയ ഇൻഷുറൻസ് പ്രീമിയം സർക്കാർ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പുതിയ സർക്കാർ ഓഫീസ് നിർമ്മിക്കപ്പെടുമ്പോൾ തയ്യാറാക്കപ്പെടുന്ന പ്ലാനുകൾക്ക് ഭിന്നശേഷിയുള്ള ഏത് വ്യക്തിക്കും ഏത് ഓഫീസിലും ഏത് സ്ഥാപനത്തിലും കടന്ന് എത്താൻ കഴിയുന്ന തലത്തിലേക്കുള്ള സൗകര്യമൊരുക്കിയായിരിക്കണം അതെല്ലാം നിർമ്മിക്കേണ്ടത് എന്നത് കേവലമായൊരു നിർദ്ദേശം മാത്രമായിട്ടല്ല. ആ പ്ലാൻ അപ്രൂവൽ ആവണമെങ്കിൽ, അതിന് അംഗീകാരം കിട്ടണമെങ്കിൽ അത് പാലിച്ച് മാത്രമേ അത് അംഗീകാരം കിട്ടുന്ന ഇപ്പോൾ ഉള്ളൂ. അതിന്റെ അത്തരമൊരു തീരുമാനം ഗവൺമെന്റ് കൈക്കൊണ്ടതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ നിർമ്മിക്കപ്പെടുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും, സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ, അതിനാവശ്യമായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ എന്ന അവസ്ഥ നിശ്ചയമായിട്ടും ഉണ്ടായിട്ടുണ്ട്. DAWDF ജില്ലാ പ്രസിഡന്റ് ഹരിപ്പാട് രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ എസ് ഉദയനൻ, ബൈജു മണ്ണഞ്ചേരി, തുളസി, ഷംനാഥ്, പ്രസന്ന ജയൻ, ഗിരീഷ് പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹരികുമാർ പൂങ്കോയിക്കൽ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന KP ഗോപകുമാറിന് സ്മരണാഞ്ജലി. KP ഗോപകുമാർ ഓർമ്മയായിട്ട് 6 വർഷം തികയുന്നു. സാന്ത്വനത്തിൽ അനുസ്മരണം. ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന KP ഗോപകുമാറിന് സ്മരണാഞ്ജലി. റിട്ടയേർഡ് ഇൻകം ടാക്സ് കമ്മീഷണർ, ചേർത്തല നഗരസഭ 11ാം വാർഡ് അരുണാഞ്ജലി വീട്ടിൽ KP ഗോപകുമാർ ഓർമ്മയായിട്ട് 6 വർഷം.
സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന KP ഗോപകുമാർ IRS ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു. വിശപ്പുരഹിത ചേർത്തല എന്ന ആശയം നടപ്പാക്കാൻ ഏറെ പ്രവർത്തിച്ചിരുന്നു. സാന്ത്വനം ഓഫീസിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സാന്ത്വനം ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലുടനീളം ഇതുവരെ പ്രവർത്തനം നടത്തുന്നത് വെച്ച് ഒരു മികവാർന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയാണ് എന്നുള്ളത് കേരള സംസ്ഥാന നിയമസഭയ്ക്കകത്തടക്കം റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മാർക്സിസ്റ്റുകൾ മനുഷ്യസ്നേഹികളാണ് എന്നത് കൈസ്ഥാണ് എല്ലാവരും ഏർപ്പെടാൻ തയ്യാറായപ്പോഴാണ് അതിനെ അനുകരിച്ചുകൊണ്ട് മറ്റ് പരസ്യങ്ങളുണ്ട് അതിന് തയ്യാറായി. സെക്രട്ടറി B. വിനോദ് സ്വാഗതം പറഞ്ഞു. NR ബാബുരാജ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, P. ഷാജിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സാന്ത്വനം പ്രവർത്തകരും KP ഗോപകുമാറിൻ്റെ കുടുംബാംഗങ്ങളും അനുസ്മരണ യോഗത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. 300ഓളം കിടപ്പ് രോഗികൾക്ക് ഉച്ചഭക്ഷണ സ്പോൺസർഷിപ്പ് തുകയും സാന്ത്വനത്തിന് കുടുംബാംഗങ്ങൾ കൈമാറി. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മ AB വിലാസം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കായികോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മ CMS LP സ്കൂൾ 105 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. മുഹമ്മ CMS സ്കൂളിന് ഓവറോൾ. മുഹമ്മ AB വിലാസം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് അക്കാദമി മുഹമ്മ സംഘടിപ്പിച്ച ഫൈൻഡ് ദി സ്പോർട്സ് ലെജൻഡ് കായികോത്സവത്തിൽ മുഹമ്മ CMS LP സ്കൂളിന് 105 പോയിന്റ് നേടി രണ്ടാം തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 80 പോയിന്റോടെ ആസാദ് ഗവൺമെന്റ് LP സ്കൂൾ രണ്ടാം സ്ഥാനവും 18 പോയിന്റുകളോടെ KE കാർമൽ സെൻട്രൽ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. വിവിധ വിഭാഗങ്ങളിൽ ജെയ്സൺ K. സുജിത്, PK കാർത്തിക്, നിതിൻ രാജ്, ആത്മജ, JP അലൻകൃഷ്ണ, TR പ്രണവിക, S. നിരഞ്ജൻ കൃഷ്ണ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് VG വിഷ്ണു കായികോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS ലാലിച്ചൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ J. ജയലാൽ മുഖ്യപ്രഭാഷണവും ആദരിക്കലും നടത്തി. പ്രിൻസിപ്പൽ ബിജോ K. കുഞ്ചറിയ, പ്രഥമാധ്യാപിക നിഷ ദയാനന്ദൻ, അക്കാദമി ഡയറക്ടർ വിജീഷ് ദാനവൻ, V. സവിനയൻ എന്നിവർ സംസാരിച്ചു. അധ്യാപക അവാർഡ് ജേതാവ് V. സവിനയൻ, അക്കാദമി മുഖ്യ പരിശീലകൻ T. ശരത്ത, ക്രിക്കറ്റ് പരിശീലകൻ ഷാനു, നേട്ടങ്ങൾ കൈവരിച്ച കായിക താരങ്ങളായ ആമിനി, രാജലക്ഷ്മി, ധനുഷ, അനാമിക, ശ്രീഹരി, ആർച്ച എന്നിവരെ ആദരിച്ചു. സമാപന സമ്മേളനം കയർ കോർപ്പറേഷൻ ചെയർമാൻ G. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് PS അനിൽകുമാർ അധ്യക്ഷനായി. CK മണി ചീരപ്പഞ്ചിറ സമ്മാന വിതരണം നിർവഹിച്ചു. നിഷാദയാനന്ദൻ, KS ലാലിച്ചൻ, ആഷ്ന എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. മുഹമ്മ കായിപ്പുറം ആസാദ് മെമ്മോറിയൽ LP സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഭക്ഷ്യമേള ഒരുക്കിയത്. കായ്പുറം ആസാദ് മെമ്മോറിയൽ LP സ്കൂളിൽ 1ാം ക്ലാസ് കുട്ടികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി രുചിമേളം എന്ന പേരിൽ സ്കൂൾ തലത്തിൽ പലഹാരമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. മിനി ടീച്ചർ, PTA പ്രസിഡന്റ് ET രമണൻ, ND റജി, M. ചന്ദ്ര, CD വിശ്വനാഥൻ, നസീമ ടീച്ചർ, വാർഡ് മെമ്പർ വിനോമ രാജു എന്നിവർ പങ്കെടുത്തു. 65ലധികം പലഹാരങ്ങൾ കുട്ടികൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ടൈം ന്യൂസ് മുഹമ്മ. അരുക്കുറ്റി വടുതല ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 30, 31 തീയതികളിലായി വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിക്കും. ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ 2024 എന്ന പേരിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പൂച്ചാക്കലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷം ഒക്ടോബർ 4 മുതൽ 8 വരെ തൃശ്ശൂരിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു ദിശ പ്രവർത്തനം, ദിശയുടെ ക്യാമ്പ് നടക്കുകയുണ്ടായി. പക്ഷെ ആ ക്യാമ്പിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എത്താൻ പറ്റിയില്ല. ഏകദേശം 60,000 വിദ്യാർത്ഥികളെ പങ്കെടുത്തുവെങ്കിൽ തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായത് കാരണം ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ഇതുപോലെ മിനി ദിശ ക്യാമ്പ് നടത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ചേർത്തല വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ ക്യാമ്പ് 29, 30 തീയതികളിൽ വടുതല ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 10-20 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുകൂടാതെ 6-7 കരിയർ കൗൺസിൽ ക്ലാസുകളും സെമിനാറുകളും ടെസ്റ്റുകളും ഒക്കെ ആയിട്ടാണ് ഈ 29, 30 തീയതികളിലെ വടുതല ജമാഅത്തിലെ മിനി ദിശ ക്യാമ്പ് നടത്തുന്നത്. കലവൂർ മുതൽ അരൂര് വരെയുള്ള 28 ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 6000-ലധികം വിദ്യാർത്ഥികൾ ഈ എക്സ്പോ കാണുവാൻ വടുതല ജമാഅത്തിലേക്ക് എത്തിച്ചേരും. എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും ഈ വർഷം മുതൽ മിനി ദിശ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ
ഈ വർഷത്തെ പ്രോഗ്രാം വടുതല ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ 29-30 തീയതികളിലാണ്. 20ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു പരിപാടിയാണ്. മറ്റുള്ള കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുക, പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ 29-30 തീയതികളിൽ വടുതല ജമാഅത്ത് സെക്കൻഡറി സ്കൂളിൽ ദിശയുടെ വിദ്യാഭ്യാസ പ്രദർശനം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2018 മുതലാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നടത്തിവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുൻനിര ദേശീയ സംസ്ഥാന സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പു നൽകുന്നതിനും മികച്ച കരിയർ ആസൂത്രണത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിശയുടെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലാതല ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം രാവിലെ 10 മുതൽ വൈകിട്ട് വരെ നടക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ, കരിയർ കൗൺസിലിംഗ് തുടങ്ങിയ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും. പരിപാടി MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്യും. അരുക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെള്ളെഴുത്ത് അധ്യക്ഷനാവും. ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ഷിഹാബുദ്ദീൻ ആർ, വടുതല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത്ത്, PTA പ്രസിഡന്റ് PM ഷജീർ ഖാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല KVM ട്രസ്റ്റിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭിന്നശേഷി പുരസ്കാരം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് ജോലി നൽകിയതിനാണ് KVM ട്രസ്റ്റിന് അവാർഡ് നൽകുന്നത്. ഈ അവാർഡ് സർക്കാർ നൽകിയത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷി ഉള്ള കുട്ടികളെ, അല്ലെങ്കിൽ അവരെ അവർക്ക് പരിശീലനം നൽകി അവർക്ക് ജോലി നൽകി എന്നുള്ളതാണ്. സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി ഉള്ളവർക്ക് ജോലി നൽകി എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. 179 ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ അനുബന്ധ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ 179-ൽ 17 പേർക്ക് ജോലി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യമായിട്ട് വരികയും അവരുടെ ജോലി വളരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചേർഡായിട്ട് അവർ ചെയ്യുന്നു. ഇന്ന് അവർക്ക് മന്ത്ലി സാലറി ഉണ്ട്, അതുപോലെ തന്നെ ESI PF എന്ന് പറയുന്ന ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ ചില മക്കൾക്ക് മാത്രം ഇവരുടെ സാലറി എണ്ണി മേടിക്കാനായിട്ട് ചിലർക്കൊരു പരിമിതിയുണ്ട്. അപ്പോൾ അവരുടെ പേരൻസാണ് കൂടുതൽ സാലറി കൊടുക്കുന്ന സമയത്ത് വരുന്നത്. അപ്പം ഇങ്ങനെ സാലറി കിട്ടിയത് കൊണ്ട് തന്നെ ഇവരുടെ സെൽഫ് എസ്റ്റീം നന്നായിട്ട് ഉയരുകയും ഇവർ സമൂഹത്തിലെ ഒരു പ്രൊഡക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് മെമ്പറായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് എല്ലാ വൊക്കേഷണൽ ട്രെയിനീസും ഇൻഡിപെൻഡൻറ്റ് ട്രാവൽ ഏറ്റവും അവർ ഇതിലൂടെ അച്ചീവ് ചെയ്ത ഇൻഡിപെൻഡൻറ്റ് ട്രാവൽ അച്ചീവ് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് മെമ്പറായിട്ട് സമൂഹത്തിൻ്റെ മാറി. ഒരേ ഒരു അഭ്യർത്ഥന മാത്രമുള്ളത്, കാരണം ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിനൽ ഇത് എപ്പോഴും നമ്മൾ സമൂഹത്തിൽ കണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവർ ഒരു കൃത്യമായ പരിശീലനം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അവരുടെ ദൗത്യം ജോലി അവർക്ക് നിർവഹിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് നമ്മൾ KVM ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൊക്കേഷണൽ യൂണിറ്റിൽ ഇന്ന് ഇത്രയും പേര് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചു. ഭിന്നശേഷി പുനരധിവാസ സംസ്ഥാന അവാർഡ് 2024 KVM ട്രസ്റ്റിന്. 1983 ചേർത്തലയിൽ KVM ട്രസ്റ്റ് സ്ഥാപിതമായത്. വിവിധ വിഭാഗം ജനങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി പിൽക്കാലത്ത് ട്രസ്റ്റിൻ്റെ കീഴിൽ ഒട്ടേറെ സ്ഥാപനങ്ങളും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് 1990-ൽ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി മാത്രമായി സ്ഥാപിച്ച പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആദ്യകാലങ്ങളിൽ ബുദ്ധിപരമായ പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു പരിശീലനം നൽകിയിരുന്നത്. പിന്നീടത് വികാസ പരിമിതികൾ അനുഭവിക്കുന്നവർക്കുള്ള പരിശീലന സ്ഥാപനമാക്കി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഉയർത്തി. 2001-ൽ പ്രത്യേക വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കേണ്ട അധ്യാപകർക്കുള്ള ടീച്ചർ ട്രെയിനിങ് കോളേജും ആരംഭിച്ചു. പിന്നീട് 18 വയസ്സ് കഴിഞ്ഞവരും വികാസ പരിമിതികൾ അനുഭവിക്കുന്നവർക്കുള്ള തൊഴിൽ പരിശീലന പരിപാടിയായി നിലവിൽ വന്നു. അവിടെ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ 20 പേർക്ക് ട്രസ്റ്റ് തൊഴിൽ നൽകി. അവരിപ്പോൾ ട്രസ്റ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിൽ നോക്കി വരികയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് തൊഴിൽ കൊടുത്ത സ്ഥാപനം KVM ട്രസ്റ്റാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതിനുള്ള 2024 അവാർഡാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ ട്രസ്റ്റിന് നൽകുവാൻ പോകുന്നത്. തൃശ്ശൂരിൽ വെച്ച ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഡിസംബർ 3 VKL ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ VV പ്യാരിലാൽ അവാർഡും പ്രശസ്തി പത്രവും സ്വീകരിക്കുമെന്ന് ഭാരവാഹികളായ KVM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പളും ചീഫ് PROയുമായ പ്രൊഫസർ ഡോക്ടർ E കൃഷ്ണൻ നമ്പൂതിരി, KVM കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ജമീല PS,
KVM ചൈൽഡ് കെയർ സെന്റർ പ്രിൻസിപ്പൽ ഷീന PG, KVM ട്രസ്റ്റ് മാനേജർ മനോജ് ജോസഫ് എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ കോവിലിൻ്റെ കട്ടളവയ്പ് കർമ്മം ഭക്തിസാന്ദ്രമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുഹമ്മദ് പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ കോവിലിന്റെ കട്ടളവയ്പ് കർമ്മം നടന്നു. വേദമന്ത്രങ്ങൾ ഭക്തി സാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിന് നിരവധി വിശ്വാസികൾ സാക്ഷികളായി. ദേവസ്വം പ്രസിഡന്റ്, നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ PM രഘുവരൻ പുളിക്കൽ കട്ടളവയ്പ് കർമ്മം നിർവഹിച്ചു. ത്തിൽ നടന്ന വൈദിക ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ചടങ്ങ്. സെക്രട്ടറി CS മനോഹരൻ പുളിക്കൽച്ചിറ, വൈസ് പ്രസിഡന്റ് BD പ്രസാദ്, പാർവതി, നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ പന്തലിപ്പറമ്പ്, ജോയിന്റ് സെക്രട്ടറി CK ബൈജു ചിറയിൽ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ അനീഷ് P മംഗളപുരം, കണ്ണൻ പുളിക്കൽ, വിഷ്ണു, KA രാജപ്പൻ, രാഹുൽ ഇടമനക്കൽ, പ്രദീപ് പ്രശാന്ത് കോഴിക്കുളങ്ങര, ജ്യോതിസ് P, D അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സപ്താഹയജ്ഞത്തിന്റെ ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ദേവസ്വം പ്രസിഡന്റ് PM രഘുവരൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഡൈനോസ് മുഹമ്മദ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴയിൽ നവജാത ശിശുവിന് അസാധാരണ ജനിതക വൈകല്യം. കുട്ടിയുടെ വൈകല്യം കണ്ടെത്താൻ കഴിയാതിരുന്നത് ഗുരുതരമായ പിഴവെന്ന് പ്രാഥമിക സൂചന. 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താൻ കഴിയാത്ത സംഭവം സമഗ്ര അന്വേഷണം നടത്തുമെന്ന് H. സലാം MLA. ഇത് സംബന്ധിച്ച് മെഡിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിക്കുമെന്നും H. സലാം. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കായംകുളത്ത് തുടക്കം. 4 ദിവസങ്ങളിലായാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധം NREG വർക്കേഴ്സ് യൂണിയൻ മാരാരിക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷനും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.